Hi dear ones, welcome to CSCB Ranker, your one-stop channel for cracking CSCB exams in Kerala. നമ്മൾ സെക്ഷൻ 63 ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1 മുതൽ 63 വരെയുള്ള എല്ലാ സെക്ഷൻസും പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. വീഡിയോസ് എല്ലാവരും നന്നായി കാണുക. എക്സാമിന് വേണ്ടിയിട്ട് നന്നായി പ്രിപ്പയർ ചെയ്യുക. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. Who appoints the Director of Cooperative Audit? Answer. The government appoints the Director of Cooperative Audit. ആരാണ് ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത്? അത് ഗവൺമെൻറ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഈസ് ദ ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് അപ്പോയിൻറ്റഡ്? ആൻസർ. ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റ്. ഒരു ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അത് ഒഫീഷ്യൽ ഗസറ്റിൽ പരസ്യം നൽകിക്കൊണ്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദി ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ്? ആൻസർ. ദ ഹോൾ ഓഫ് ദ സ്റ്റേറ്റ്. ഒരു ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ പ്രവർത്തന പരിധി എത്രമാത്രം സ്ഥലത്താണ് എന്നുള്ളതാണ്. അത് ഹോൾ ഓഫ് ദി സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ് മുഴുവനാണ് ഒരു ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ പ്രവർത്തന പരിധി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. അണ്ടർ വിച്ച് സെക്ഷൻ ആർ ദി ക്വാളിഫിക്കേഷൻസ് ആൻഡ് ടേംസ് ഓഫ് അപ്പോയിൻമെൻറ്റ് പ്രിസ്ക്രൈബ്ഡ്? ആൻസർ. സെക്ഷൻ 63 സബ്സെക്ഷൻ 2. ഇവിടെ പറയുന്നത് ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ തന്നെ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷനും അപ്പോയിൻമെൻറ്റും അതിനെക്കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 63 സബ്സെക്ഷൻ 2 ഒരു ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ അപ്പോയിൻമെൻറ്റിനെ കുറിച്ചും പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ പ്രിസ്ക്രൈബ്സ് the qualifications and conditions of service of the Director of Cooperative Audit? Answer. The government as may be prescribed. ഇവിടെ എന്താണ് പറയുന്നത്? ആരാണ് ഈ ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ ക്വാളിഫിക്കേഷനും പിന്നെ അദ്ദേഹത്തിൻ്റെ സർവീസ് റെൻ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും നമ്മളുള്ള കാര്യങ്ങൾ പറയുന്നത് ആരാണ്? ആരുടെ അനുസരണപ്രകാരമാണ്, ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് അദ്ദേഹത്തിൻ്റെ സർവീസ് ചെയ്യുന്നതും അതുപോലെ അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷനും പറയുന്നത് ഗവൺമെൻറ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. അണ്ടർ വിച്ച് സെക്ഷൻ ക്യാൻ the government delegate the powers of the Director of Cooperative Audit? Answer. Section 63 subsection 3. ഇനി ഏത് സെക്ഷനിലാണ് ഗവൺമെൻറ് ഒരു ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ അധികാര കൈമാറ്റം നൽകുന്ന സെക്ഷൻ ഏതാണെന്നാണ്. അത് സെക്ഷൻ 63 സബ്സെക്ഷൻ 3 ഡെലിഗേഷൻ ഓഫ് പവർ, അധികാര കൈമാറ്റം അതിനെക്കുറിച്ച് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 7. ടു ഹും മേ ദ ഗവൺമെൻറ് ഡെലിഗേറ്റ് ദ ഡയറക്ടേഴ്സ് പവേഴ്സ്? ആൻസർ. ടു ഹിസ് സബോർഡിനേറ്റ് ഓഫീസേഴ്സ് ഓർ ടു ദി സബോർഡിനേറ്റ് ഓഫീസേഴ്സ് ഓഫ് ദി രജിസ്ട്രാർ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഗവൺമെൻറ് അധികാര കൈമാറ്റം ചെയ്യുന്നുണ്ട് ഈ ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റിന്. അത് ആരിലേക്കാണ് കൈമാറുന്നത് എന്നുള്ളതാണ്. ഒന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ അസിസ്റ്റൻസായിട്ട് വരുന്ന സബോർഡിനേറ്റ്, അതുപോലെ തന്നെ രജിസ്ട്രാറുടെ സബോർഡിനേറ്റ് ഓഫീസേഴ്സിലേക്കും അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടീസ് കൈമാറുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. What is the duty of the managing committee under section 63 subsection 4? Answer. To cause the accounts of every society to be audited at least once every year. ഇവിടെ പറയുന്നത് സെക്ഷൻ 63 സബ്സെക്ഷൻ 4 മാനേജിങ് കമ്മിറ്റിയുടെ ഡ്യൂട്ടി പറയുന്നുണ്ട്. എന്ത് ഡ്യൂട്ടീനെ കുറിച്ചാണ് പറയുന്നത്? അത് വർഷത്തിൽ ഒരു പ്രാവശ്യം ഉറപ്പായിട്ടും
സൊസൈറ്റിയുടെ അക്കൗണ്ട്സുകൾ വെരിഫൈ ചെയ്തിരിക്കണം, ഓഡിറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് നിർബന്ധമായിട്ടും മാനേജിംഗ് കമ്മിറ്റിയുടെ ഒരു ജോലി. സെക്ഷൻ 63 സബ്സെക്ഷൻ 4 പ്രകാരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിത്തിൻ ഹൗ മെനി മന്ത്സ് ഷുഡ് എവരി സൊസൈറ്റീസ് അക്കൗണ്ട്സ് ബി ഓഡിറ്റഡ്? ആൻസർ, വിത്തിൻ 6 months ഓഫ് ദി ക്ലോസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. എത്ര മാസങ്ങൾക്ക് ഉള്ളിലാണ് അല്ലെങ്കിൽ എത്ര നാളുകൾക്കുള്ളിലാണ് ഒരു സൊസൈറ്റിയുടെ അക്കൗണ്ട്സുകൾ ഓഡിറ്റ് ചെയ്യേണ്ടത്? അത് ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് 6 മാസത്തിനകം സൊസൈറ്റിയുടെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ സൊസൈറ്റീസ് ലയബിൾ ടു ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺസ് വിത്തിൻ ഹൗ മെനി മന്ത്സ് ഷുഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ബി സർട്ടിഫൈഡ്? ഇതുപോലെ തന്നെ പറയുന്ന കാര്യമാണ്. ഒരു സൊസൈറ്റി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹം എത്ര മാസത്തിനുള്ളിൽ, ആ സൊസൈറ്റി എത്ര മാസത്തിനുള്ളിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് സർട്ടിഫൈ ചെയ്തിരിക്കണം ഓഡിറ്ററെ കൊണ്ട്? എത്രയാണ്? വിത്തിൻ 3 months ഫ്രം ദി എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് 3 മാസത്തിനകം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സൊസൈറ്റികൾ ഓഡിറ്ററെ കൊണ്ട് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് സർട്ടിഫൈ ചെയ്ത് വാങ്ങിക്കേണ്ടതാണ്. ഇനി അടുത്ത സെക്ഷനാണ് സെക്ഷൻ 63 സബ്സെക്ഷൻ 5. The procedure to be adopted in auditing the accounts of different types of cooperative societies should be in the manner specified in the audit manual approved by Director of Cooperative Audit or guidelines, directions as may be issued from time to time by the Registrar, the National Bank for Agricultural and Rural Development or Reserve Bank of India as the case may be from time to time. സെക്ഷൻ 63 സബ്സെക്ഷൻ 5 പറയുന്നത് പ്രൊസീജിയറാണ് ഓഡിറ്റിൻ്റെ. അപ്പോൾ ഈ ഒരു ഓഡിറ്റിൻ്റെ പ്രൊസീജിയർ പറയുന്നത് എവിടെയാണ്? ഓഡിറ്റ് മാനുവലിലാണ്. ഈ ഓഡിറ്റ് മാനുവൽ സമയാസമയങ്ങളിൽ ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ നിർദ്ദേശപ്രകാരമോ അല്ലെങ്കിൽ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഗൈഡ് ലൈൻസ് നിർദ്ദേശങ്ങൾ പ്രകാരമോ അല്ലെങ്കിൽ നബാർഡ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇവയുടെ നിർദ്ദേശപ്രകാരം സമയാസമയങ്ങളിൽ കൊടുക്കുന്ന നിർദ്ദേശപ്രകാരം ഈ ഓഡിറ്റ് മാനുവൽ പ്രകാരമാണ് ചെയ്യുന്നത്. പലതരത്തിലുള്ള സൊസൈറ്റികളുണ്ട്. ഈ പലതരത്തിലുള്ള സൊസൈറ്റികളുടെയും ഓഡിറ്റ് പ്രൊസീജിയർ ഈ ഓഡിറ്റ് മാനുവലിൽ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് സെക്ഷൻ 63 സബ്സെക്ഷൻ 5A. It shall be the duty of the Director of Cooperative Audit in consultation with the Registrar to revise, amend or update audit manual in every 5 years as may be prescribed. സെക്ഷൻ 63 സബ്സെക്ഷൻ 5A പറയുന്നത് ഈ ഓഡിറ്റ് മാനുവൽ എല്ലാ 5 വർഷം കൂടുമ്പോഴും ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് രജിസ്ട്രാറുമായി കൺസൾട്ട് ചെയ്ത് റിവൈസ് ചെയ്യേണ്ടതാണ്. ഓരോ സമയങ്ങളിലും വരുന്ന മാറ്റങ്ങൾ അനുസരിച്ച് എല്ലാ 5 വർഷം കൂടുമ്പോഴും കോഓപ്പറേറ്റീവ് ഓഡിറ്റ് രജിസ്ട്രാറുമായി കൺസൾട്ട് ചെയ്ത് അമെൻമെൻറ്റ് വരുത്തുകയും അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. എന്തിൻ്റെ? ഓഡിറ്റ് മാനുവലിൻ്റെ. നെക്സ്റ്റ് സെക്ഷൻ 63 സബ്സെക്ഷൻ 6. Notwithstanding anything contained in any other law for the time being in force, the audit certificate issued by the Director of Cooperative Audit or by any officer authorized by him shall be valid for all purposes required to be filed before the state government and non-governmental authorities. സെക്ഷൻ 63 സബ്സെക്ഷൻ 6 പറയുന്നു, മറ്റ് നിയമങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് അല്ലെങ്കിൽ അദ്ദേഹം ഓതറൈസ് ചെയ്ത ഓഫീസർ.
അദ്ദേഹം സർട്ടിഫൈ ചെയ്ത ഈ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഗവൺമെൻറ്റിൻ്റെയോ നോൺ ഗവൺമെൻറ്റിൻ്റെയോ എന്ത് പർപ്പസിനും യൂസ് ചെയ്യാവുന്ന സർട്ടിഫിക്കറ്റാണ് എന്നുള്ളതാണ് സെക്ഷൻ 63 സബ്സെക്ഷൻ 6 പറയുന്നത്. ഇനി നമുക്ക് ബുള്ളറ്റ് പോയിൻറ്റ്സ് നോക്കാം. സെക്ഷൻ 63 സബ്സെക്ഷൻ 5 Audit procedures must follow the audit manual approved by the Director of Cooperative Audit. Alternatively, follow guidelines or directions issued by Registrar, NABARD, National Bank for Agricultural and Rural Development, then RBI, Reserve Bank of India. These may be updated from time to time. Section 63 subsection 5A Director of Cooperative Audit must revise or update the audit manual every 5 years. This should be done in consultation with the registrar. Section 63 subsection 6 Audit certificate issued by director or authorized officer is valid for all purposes. Applies to state government and non-governmental authorities. Overrides any other law in force. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്, ഹു വാസ് ദ ഫസ്റ്റ് ഗവർണർ ഓഫ് കേരള? ആൻസർ ബി രാമകൃഷ്ണ റാവു. നെക്സ്റ്റ്, മീനിങ് ഓഫ് പെസിമിസ്റ്റിക്. ആൻസർ having a negative outlook or expecting the worst possible outcome in any situation. അശുഭാപ്തി വിശ്വാസി, നല്ലതായിട്ട് ഒന്നും ഭവിക്കില്ല എന്ന് വിശ്വസിക്കുന്നയാൾ. നെക്സ്റ്റ്, ഫൈൻഡ് ദ മിസ്സിംഗ് ടൈം 194, 194, 191, 183, 168 ആൻഡ് ഡാഷ്. ആൻസർ ഈസ് 144. എങ്ങനെയാണ് കിട്ടുന്നത്? ആദ്യത്തെ രണ്ട് സംഖ്യകൾ 194ഉം 194ഉം ഡിഫറൻസ് 0. ദെൻ 194 നിന്ന് 191 കുറച്ചാൽ 3, 191 നിന്ന് 183 കുറച്ചാൽ 8, 183 നിന്ന് 168 കുറച്ചാൽ 15, അതുപോലെ 168ൽ നിന്നും 144 കുറച്ചാൽ 24. ഇനി കിട്ടിയേക്കുന്ന ആൻസറുകൾ 0, 3, 8, 15, 24 ഇവ തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ 3, 5, 7, 9 അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. Now your turn to answer question number 1. The district in Kerala having more iron deposit. Next, meaning of reminiscence. Next, seismography, earthquake. Gaseometer is dash. Leave your answer in the comment box and stay tuned for the next episode. Thank you.